എവ്രിവൺ വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും പറയാറുണ്ട് നമുക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എനിക്ക് ഇന്ന സ്ഥലത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് അല്ലേ? നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഒരു ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, നമുക്ക് ചെയ്യാൻ തോന്നുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നിനക്ക് ഇന്ന കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന ആളെ വിളിക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന ആളോട് സംസാരിക്കണം എന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സെൻറ്റൻസസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് നേരത്തെ പോകണമെന്നുണ്ട്, എനിക്കൊരു സിനിമക്ക് പോകണമെന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഈ 3 സെന്റൻസും എന്താണ് ഒരേപോലെയാണ് വരുന്നത് കേട്ടോ. അതായത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ പറയാതെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ പറയുന്നത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലെ വുഡ് ലൈക്ക് ടു വെച്ചിട്ടാണ് പറയേണ്ടത് കേട്ടോ. വുഡ് ലൈക്ക് ടു എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ. അതെന്താണ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വുഡ് ലൈക്ക് ടു യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാനാണോ നമുക്ക് ആഗ്രഹമുള്ളത് ആ പ്രവൃത്തി എടുത്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് നേരത്തെ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോകാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോയാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു. ഇനി നേരത്തെ പോകുക എന്നുള്ളതിന് ഗോ ഏർലി. ഐ വുഡ് ലൈക്ക് ടു ഗോ ഏർലി ടുഡേ. ഐ വുഡ് ലൈക്ക് ടു ഗോ ഏർലി ടുഡേ. നെക്സ്റ്റ്, എനിക്ക് ഒരു സിനിമക്ക് പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ സിനിമക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു go to a movie. ഐ വുഡ് ലൈക്ക് ടു. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ഇന്ന കാര്യം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ എന്താണ് പ്രവൃത്തി? ഗോ എന്നുള്ളതാണ്. ആ ഗോ എന്നുള്ള വേർബിനെ നമ്മൾ ഫസ്റ്റ് ഫോമിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു എ മൂവി. എനിക്ക് ഒരു സിനിമക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സിനിമക്ക് പോകണമെന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇതെങ്ങനെ പറയാം? നമുക്ക് പരിചയപ്പെടുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം അക്വൈൻറ്റൻസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു make an acquaintance with you. Make an acquaintance, നമ്മളൊരു പരിചയം ഉണ്ടാക്കുകയാണല്ലോ, അതുകൊണ്ടാണ് നമ്മളിവിടെ മേക്ക് എന്ന് യൂസ് ചെയ്തത് കേട്ടോ. മേക്ക് എന്നുള്ള വേർബിനെ കൊണ്ടുവന്നത്. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അക്വൈൻറ്റൻസ് വിത്ത് യു. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അക്വൈൻറ്റൻസ് വിത്ത് യു. അപ്പം മേക്ക് ആൻ അക്വൈൻറ്റൻസ് എന്ന് വെച്ചാൽ പരിചയം ഉണ്ടാക്കുക എന്നാട്ടോ. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ അടുത്തത് നോക്കിക്കേ. എനിക്ക് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞങ്ങൾക്ക് അവരെ ഒന്ന് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവളെ ഒന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെ പറയാം? നമ്മള് എന്താണ്? വുഡ് ലൈക്ക് ടു എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ടീ എന്ന് പറയാം. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ടീ, അല്ലെങ്കിൽ ഡ്രിങ്ക് എ ടീ എന്നും പറയാം കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് അവരെ ഒന്ന് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെ പറയാം? ഞങ്ങൾ എന്നാണ്. സോ നമ്മൾ വി എന്നാണ് സബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വുഡ് ലൈക്ക് ടു. അപ്പൊ വി വുഡ് ലൈക്ക് ടു. വെർബ് എന്താണ്? ക്ഷണിക്കുക എന്നുള്ളതാണ് വെർബ്. അതിനെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാം? ഇൻവൈറ്റ് എന്നാലേ. അപ്പൊ വി വുഡ് ലൈക്ക് ടു invite them. We would like to invite them. ഞങ്ങൾക്ക് അവരെ ഒന്ന് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനി എനിക്ക് അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെ പറയാം? നമ്മള് എനിക്ക് ഐ വുഡ് ലൈക്ക് ടു. വേർബ് എന്താണ്? കോൾ എന്നാണ് അല്ലേ. അപ്പൊ വേർബിനെ നമ്മൾ ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു കോൾ ഹർ. അവളെ. ഐ വുഡ് ലൈക്ക് ടു കോൾ ഹർ. എനിക്ക് അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യന് ചോദിക്കാം കേട്ടോ. നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ക്ഷണിക്കാൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ഷണിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ
എന്താണ് നിനക്ക് അവളെ വിളിക്കണമെന്നുണ്ടോ, വിളിച്ചാൽ കൊള്ളാമെന്നുണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേപോലെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചോദിക്കുക എന്നുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയേ. നിനക്ക് ചായ കുടിക്കണമെന്നുണ്ടോ? നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ടീ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ എങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് ചായ കുടിക്കണമെന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെ, നമ്മൾ വുഡ് യു ലൈക്ക് ടു എന്ന് വേണം തുടങ്ങാനായിട്ടോ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇങ്ങനെ വുഡ് യു ലൈക്ക് ടു. ഓക്കെ, വുഡ് യു ലൈക്ക് ടു, ഇനി എന്താണോ വേർബ് അതെടുത്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ വുഡ് യു ലൈക്ക് ടു ഹാവ് എ ടീ, നിനക്ക് ചായ കുടിക്കണമെന്നുണ്ടോ. വുഡ് യു ലൈക്ക് ടു ഹാവ് എ ടീ. ഓക്കെ, നിനക്ക് അവളെ കാണണമെന്നുണ്ടോ. അപ്പോൾ എങ്ങനെ പറയാം നമ്മൾ, വുഡ് യു ലൈക്ക് ടു, ബാക്കി എന്താണ് വേർബ്, ടു സീ ഹിം, സോറി ടു സീ ഹർ. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം, വുഡ് യു ലൈക്ക് ടു സീ ഹർ. ഓക്കെ, അവളെ നിനക്ക് കാണണമെന്നുണ്ടോ. വുഡ് യു ലൈക്ക് ടു വുഡ് യു ലൈക്ക് ടു സീ ഹർ, നിനക്ക് അവളെ കാണണമെന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് അവളെ മീറ്റ് ചെയ്യണമെന്നുണ്ടോ. വുഡ് യു ലൈക്ക് ടു മീറ്റ് ഹർ, നിനക്ക് അവളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടോ. നിനക്ക് അയാളെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ. എങ്ങനെ പറയാം, വുഡ് യു ലൈക്ക് ടു ചെയ്യണമെന്നുണ്ടോ. വുഡ് യു ലൈക്ക് ടു, ഇനി അറിയുക എന്നുള്ളത് നോ എന്നാട്ടോ. അപ്പം വുഡ് യു ലൈക്ക് ടു നോ എനിത്തിങ്, എന്തെങ്കിലും അയാളെ പറ്റിയിട്ട്, അബൌട്ട് ഹിം. അപ്പോൾ വുഡ് യു ലൈക്ക് സോ വുഡ് യു ലൈക്ക് ടു നോ എനിത്തിങ് അബൌട്ട് ഹിം, നിനക്ക് അവനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ, അറിയാൻ ആഗ്രഹമുണ്ടോ, അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പറയാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം വുഡ് യു ലൈക്ക് ടു വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ടോ. നിനക്ക് ഇന്ന കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ, ചെയ്യണമെന്നുണ്ടോ, തോന്നലല്ല കേട്ടോ, നമ്മൾ ചെയ്യണമെന്നുണ്ടോ, ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ, ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വുഡ് യു ലൈക്ക് ടു വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. സോ നമ്മൾ ഇന്ന് ഒരു ചെറിയ ടോപ്പിക്കാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തതും പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.